വയനാട് വാഗേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ 7ാം ദിവസവും തുടരുകയാണ്. കുങ്കിയാനകളെ അടക്കം പ്രദേശത്ത് എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കടുവ വനം വകുപ്പിന്റെ നിരീക്ഷണ വലയത്തിലാണെന്നും ഉടൻ പിടിയിലാകുമെന്നും ഉത്തരമേഖല CCF വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സമീപ പ്രദേശത്ത് കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശത്തെ ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണവുമായിട്ടുണ്ട്. വിവരങ്ങളുമായി ജിൻസ് തോട്ടുങ്കരയാണ് ചേരുന്നത്. ജിൻസ്, ഗുഡ് മോർണിംഗ്. ഈ 7 ദിവസമായി ഇതുവരെയും പിടികൂടാനോ വെടിവെക്കാനോ സാധിച്ചിട്ടില്ല. പക്ഷേ നിരീക്ഷണ വലയത്തിലാണെന്ന് പറയുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. പക്ഷേ അതേസമയം ഈ പുതിയ കാൽപ്പാടുകൾ കണ്ടത് അത് ഇതേ കടുവയുടെ ആണോ അതോ മറ്റൊരു കടുവയുടേത് എന്നാണ് സംശയിക്കുന്നത്? എൽദോ, വാഗേരിയിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയ്ക്കായുള്ള കണ്ടെത്തലിനായി സർവ്വസന്നാഹങ്ങളോടും കൂടെ വനംവകുപ്പ് ഇന്നലെ നടത്തിയ തെരച്ചിലും ഫലം കണ്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും 7ാം ദിവസവും കടുവയ്ക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഉത്തരമേഖല CCF KS ദീപ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇവർ പറഞ്ഞത് കടുവയെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം ഈ ദൗത്യം വിജയം കാണും എന്നുള്ളതാണ്. അനുയോജ്യമായ സന്ദർഭത്തിൽ ഇതിനെ വെടിവെക്കും, അതിനുള്ള സംഘം തയ്യാറാണ്. ഈ കടുവയുള്ളത് സമീപ പ്രദേശത്താണ്. നിരീക്ഷണ ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇന്നലെയും ഈ പ്രദേശത്ത് ഏകദേശം 5 കിലോമീറ്റർ അപ്പുറവും മറ്റൊരു കടുവയുടെ കാൽപ്പാടുകളും കണ്ടതോടെ ജനങ്ങളും കടുത്ത ഭീതിയിലാണ്. ഈ പ്രദേശത്ത് നിലവിൽ പരിശോധന നടത്തി വരികയാണ്. എന്തായാലും ഈ കടുവയെ പിടികൂടാനുള്ള 3 കൂടുകളും അതുപോലെ തന്നെ 25 ക്യാമറകളുമാണ് ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. മയക്കുവെടി വിദഗ്ധനായിട്ടുള്ള അരുൺ സക്രിയ അടക്കം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ ഇപ്പോൾ ദൗത്യം പുരോഗമിക്കുന്നത്. ഇന്നലെ ഇരുട്ട് വീണതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും രാത്രിയിൽ പെട്രോളിങ്ങും അതുപോലെ തന്നെ ഡ്രോൺ നിരീക്ഷണവുമായി ഈ മേഖലയിൽ വനംവകുപ്പ് സംഘം ഉണ്ടായിരുന്നു. ഈ കടുവയ്ക്കായുള്ള തിരച്ചിലിന് വേണ്ടി കഴിഞ്ഞ ദിവസം മുത്തങ്ങയിൽ നിന്നും എത്തിച്ച 2 കുങ്കിയാനകളെയും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ നിരോധനാജ്ഞ നീട്ടിയെങ്കിലും ഈ പ്രദേശവാസികളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. 7ാം ദിവസവും ഈ കടുവയെ പിടികൂടാനാകാത്തതിൽ വലിയ അമർഷമാണ് നിലനിൽക്കുന്നത്. ഈ ജനങ്ങൾ കടുത്ത ഭീതിയിലും പ്രതിഷേധത്തിലുമാണ്. എന്തായാലും ഇതൊന്നും വകവയ്ക്കാതെ എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടാനുള്ള ഊർജിത നീക്കം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെല്ലാം ഇത്തരത്തിൽ കടുവയുടെ കാൽപ്പാടുകളും അതുപോലെ തന്നെ മറ്റുള്ളത് കാണുമ്പോൾ തന്നെ ജനങ്ങൾ കടുത്ത ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തോ ജിൻസ്, ഈ ജനങ്ങളുടെ അമർഷമുണ്ടെന്ന് പറഞ്ഞു. ജനങ്ങൾ എന്താണ് പറയുന്നത്? അവർക്ക് ഈ 7 ദിവസം പിന്നിട്ടിട്ടും പിടികൂടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം മാത്രമല്ല, അവരുടെ ഒരു ഒപ്പമുണ്ടായിരുന്ന ആളുടെ ജീവൻ നഷ്ടമായ സാഹചര്യം. സ്വാഭാവികമാണ് അമർഷം ഉണ്ടാവുക, പ്രതിഷേധം ഉണ്ടാവുക. എന്താണെങ്കിലും ഈ കടുവയെ വെടിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ എന്താണ് ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ? എൽദോ, ഈ മേഖല എന്ന് പറയുന്നത് സാധാരണ ക്ഷീര കർഷകരും തോട്ടം മേഖലയുമുള്ള ഒരു സാധാരണ കർഷകരുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വൈര്യ ജീവിതം നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാവിലെ പുല്ലരിയാൻ പോകുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അതിരാവിലെയും വൈകുന്നേരമാകുന്നത് ആ ഒരു സമയങ്ങളിൽ പോലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആണ് എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഈ നരഭോജിയായിട്ടുള്ള കടുവയെ മയക്കുവെടി വെച്ച് കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ ഉറച്ചു നിന്നത്. ഇവരുടെ സ്വൈര്യ ജീവിതം നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ എല്ലാം തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ജനങ്ങൾ കടന്നിട്ടില്ല. എന്നാലും വലിയ ഒരു ജനങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ കടുവ വിഷയം മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ടാണ് ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഈ ഭാഗത്തു നിന്നും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് വനം വകുപ്പ് കടക്കണമെന്നുള്ള കാര്യം പറയുന്നത്. എൽദോ, ശരി. ജിൻസ് തോട്ടുങ്കരയാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ സമീപ പ്രദേശത്ത് മറ്റൊരു കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശത്ത് വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നാണെങ്കിലും ശ്രമത്തിലാണ് ഈ നരഭോജിയായിട്ടുള്ള കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം 7ാം ദിവസത്തിൽ.